കൺഗ്രാറ്റുലേഷൻസ്. ഇത് സമൂഹത്തിന്റെ അംഗീകാരമൊന്നുമല്ല. റെസിഡൻസ് അസോസിയേഷന് ഇതിൽ യാതൊരു റോളും ഇല്ല. ഇതൊക്കെ തുളസിയുടെ പ്ലേയാ. അസോസിയേഷനിലെ ഏതോ 3-4 സ്ത്രീകളെ കൂട്ടുപിടിച്ച് തുളസി കാണിച്ച തട്ടിപ്പ്. തട്ടിപ്പോ? അല്ലെങ്കിൽ പിന്നെ റെസിഡൻസ് അസോസിയേഷനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റേതെങ്കിലും റെസ്പോൺസിബിൾ ആയ മെമ്പേഴ്സ് കാണില്ലേ അവിടെ? അസോസിയേഷന്റെ ആനുവൽ മീറ്റിംഗിന് കഴിഞ്ഞ ആഴ്ച ഞാനും ആന്റിയുടെ കൂടെ പോയിരുന്നല്ലോ. അന്ന് അവിടെ കണ്ട ആരും ഇന്ന് ഈ രക്തദാന ക്യാമ്പിന് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ആന്റിക്ക് പറയാമോ? അത് ആതിര പറഞ്ഞത് ശരിയാ. പ്രസിഡന്റോ സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ പ്രധാനപ്പെട്ടവരോ ഇല്ലായിരുന്നു. എങ്കിലും വന്ന സ്ത്രീകള് അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെയാ. ആ 3-4 സ്ത്രീകൾ ചേർന്ന അസോസിയേഷൻ ആവില്ലല്ലോ. എന്നാലും മോശം പ്രവൃത്തിയൊന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത്. രക്തദാന ക്യാമ്പല്ലേ. അതാര് സംഘടിപ്പിച്ചാലും ഉദ്ഘാടനം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഇതെല്ലാം തുളസി ആന്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടികളാ. ആന്റിയെ സ്വാധീനിക്കാൻ വേണ്ടിയാ ഹാരം ഇടിപ്പിച്ചതും ബൊക്കെ തന്നതും എല്ലാം. ഓഹോ, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുളസി അവിടെ സംഘടിപ്പിച്ചിരുന്നോ? എങ്കിൽ ആതിര പറയുന്നത് ശരി തന്നെയാ ദുർഗേച്ചി. ഇത് അവള് ദുർഗേച്ചിയെ മയക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. തുളസിക്ക് എന്തോ ലക്ഷ്യമുണ്ട്. അത് വെറും ലക്ഷ്യമല്ല. അതിന് മലയാളത്തിൽ എന്താ പറയാ? ഗൂഢലക്ഷ്യം. ആ, അത് തന്നെ. തുളസിക്ക് എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അല്ല, എന്താണ് നീ ഗൂഢലക്ഷ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതിലെവിടെയാണ് ഈ ഗൂഢലക്ഷ്യം? തുളസി ചെയ്തത് ഒരു നന്മയുള്ള പ്രവൃത്തിയാ. ഇത്തരം കാരുണ്യ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യാൻ സമൂഹത്തിൽ ഇത്തിരി പേരും നിലയും വിലയുള്ളവരൊക്കെയാണല്ലോ ഈ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവര് ദുർഗയെ വിളിച്ചത്. കേട്ടോ, ഇതിലെന്താണ് കള്ളത്തരം? ആ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതുകൊണ്ട് ദുർഗയ്ക്ക് എന്തെങ്കിലും നഷ്ടമായോ? എനിക്കെന്ത് നഷ്ടം? എനിക്ക് നേട്ടമേ ഉള്ളൂ. ആതിര മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. തുളസി എന്റെ മുമ്പിൽ താഴുന്നത് കാണാൻ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്റെ ആ ആഗ്രഹം സാധിച്ചു. ഇന്ന് തുളസി എന്റെ മുമ്പിൽ താണില്ലേ? ഭയങ്കര ഹാപ്പി ആണല്ലോ. പിന്നെ ഹാപ്പി ആവാതിരിക്കാൻ പറ്റൂ? ഇന്ന് എന്തായിരുന്നു ഒരു പെർഫോമൻസ്? പെർഫോമൻസ് തുളസിയുടേതായിരുന്നില്ലടാ. അച്ഛനൊന്ന് കാണേണ്ടതായിരുന്നു. നീ കണ്ടോ? നേരിട്ട് കണ്ടില്ല, ഞാൻ വീഡിയോ കണ്ടു. അപ്പോ നേരിട്ട് കണ്ടിട്ടില്ല? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫംഗ്ഷനെ ഫുള്ളായിട്ട് എന്റെ ഫോണിലുണ്ട്. ലൈവായിട്ട് എന്റെ ഫ്രണ്ട് അടുത്ത് എനിക്ക് അയച്ചു തന്നതാ. ആണോ? എന്നാ നോക്ക്. ദുർഗാമ്മയെ പോലെ നന്മയുള്ളവർ ഈ നാടിന്റെ അഭിമാനമാണ്. ഈ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കുമെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മ പിന്നെ സന്തോഷിക്കാതിരിക്കൂ? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സ്ഥാനമല്ലേ തുളസി അമ്മയ്ക്ക് നൽകിയത്. നല്ല ഫംഗ്ഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഇപ്പൊ നല്ല സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം തുളസി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ഒരു ചെറിയ കാറ്റ് തുളസിക്ക് നേരെ വീശി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഇല്ലല്ലോടാ. മുഖ്യാതിഥിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം നിന്റെ അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. തുളസിയുടെ അമ്മയ്ക്കുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ ഈ ഫംഗ്ഷൻ സഹായിക്കുമായിരിക്കും. പറഞ്ഞില്ലേ, ഇന്നത്തെ ഫംഗ്ഷനോടെ അമ്മയുടെ മനസ്സിന് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്മ എങ്ങനെ ഡീൽ ചെയ്യണമെന്നേ തുളസിക്ക് നന്നായിട്ട് അറിയാം. എടാ, അവളുടെ മനസ്സിലെ സ്നേഹമുണ്ട്. സ്നേഹം കൊടുത്താൽ അതുപോലെ തിരിച്ചു കിട്ടും. മനസ്സിലായില്ല. അയ്യോ എടാ, സ്നേഹം കൊണ്ട് ശത്രുവിനെ പോലും കീഴ്പ്പെടുത്താന്ന്. എന്റെ പൊന്നു, തുളസി അമ്മയെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുമെന്നാണോ അച്ഛൻ പറയുന്നത്? എന്താ സംശയം? അയ്യോ,
നീ ഇത്രയ്ക്കും പൊട്ടിയായി പോയല്ലോ എന്റെ ആദരേ. ആന്റി എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നിന്റെ അഭിനയൊക്കെ അവള് വിശ്വസിച്ചെന്നാണോ നീ കരുതുന്നത്? ആ, അവളത് വിശ്വസിച്ചതുകൊണ്ടാണല്ലോ ആദ്യ ഏട്ടനെ വിട്ടുതരാന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ അവളെയും ശ്രീഹരിയെയും അമേരിക്കയിൽ കൊണ്ടുവന്നും പറഞ്ഞു. അതിലവളെ ഇൻട്രസ്റ്റഡ് ആയി. അയ്യോ, ഈ പെണ്ണിന്റെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണാണോ? കഷ്ടം. ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല എന്റെ മോളെ. തുളസി ആരാന്നാ നിന്റെ വിചാരം? അവളെ ജഗജാല കില്ലാടിയാ. നിന്നെ അവള് കളിയാക്കിയതാ കൊച്ചേ. നീ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് കേട്ട് അവൾ ആദ്യം വിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയേ. അങ്ങനെ നിനക്ക് തോന്നിയെങ്കിലേ അത് നിന്റെ തോന്നലും മാത്രമാ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ മോളെ. ആതിരെ, അവര് തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ചെറുപ്പം മുതലേ അവര് പ്രേമത്തില. അങ്ങനെയുള്ളപ്പോ തുളസി പെട്ടെന്ന് ആദ്യം ഉപേക്ഷിച്ച് പോകുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പോകില്ല. ആദിയിൽ നിന്നും തുളസിയെ വേർപിരിക്കുന്നത് അത്ര നിസ്സാരമൊന്നും അല്ല മോളെ. അതിന് നിന്റെ ആത്മഹത്യാ ഭീഷണി ഒന്നും മതിയാവില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ആന്റി? എനിക്കൊരു ഐഡിയ പറഞ്ഞുതരുമോ? ഇക്കാര്യത്തിൽ ഞാനെന്ത് ഐഡിയ പറഞ്ഞു തരാനാ? എനിക്കൊരു ഐഡിയയും തോന്നുന്നില്ല. എന്റെ ആദര മോള് തന്നെ കണ്ടുപിടിക്കും. ആ, ഇത് തന്നെയാണ് കുഴപ്പം. നിങ്ങൾക്കെല്ലാം ദുർഗ മേഡത്തെ പേടിയാ. സാറ് വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാതെ അവളുടെ വിവാഹം വേഗത്തിൽ നടത്തി കൊടുക്കാൻ നോക്കും. അല്ല, സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞങ്ങൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തുളസിയുടെ കല്യാണം വൈകുന്നതിലേ ആർക്കാ ഇവിടെ ഇത്ര വലിയ ദണ്ണം? അവളുടെ കല്യാണം നടത്താനേ അവളുടെ അച്ഛനായിട്ടുള്ള ജയനും അമ്മാവനായിട്ടുള്ള ഞാനും ഇവിടെ ജീവനോടെ ഉണ്ട്. സാർ, ഞങ്ങള് സോറി സർ. നിങ്ങൾക്കൊന്നും ഇവിടെ വേറെ ജോലിയില്ലേ? ഉണ്ട് സാർ. ആദ്യം അവനെ ഡ്യൂട്ടി ചെയ്യേ, എന്നിട്ട് മതി ഈ ബ്രോക്കർ പണി. സർ, അല്ലേ? ഇവരോടൊക്കെ എന്തിനാണ് ജയ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? ഞാൻ ഡിസ്കസ് ചെയ്തതല്ല. അവരെന്നെ കണ്ടപ്പോ തുളസിയുടെ വിവാഹകാര്യം ചോദിച്ചു. അത് സ്വാഭാവികമല്ലേ? തുളസിയുടെ വിവാഹകാര്യത്തിൽ നമുക്കില്ലാത്ത ഉത്കണ്ഠ ഇവർക്കെന്തിനാ? അവര് പറയുന്നതിലും കാര്യമുണ്ട്. ദുർഗേച്ചി ഇങ്ങനെ വാശി പിടിച്ചിരുന്ന എന്ത് ചെയ്യും? തുളസിയുടെ ആദ്യയുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ലല്ലോ. ആ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷനാ. ജയ, നീ ടെൻഷൻ ആവണ്ട. അവൾ എന്റെ മോളല്ലേ. അവളുടെ ഭാവിയെക്കുറിച്ച് എനിക്കും ഉത്കണ്ഠയില്ലാതിരിക്കൂ. മാത്രമല്ല, തുളസിക്കും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ജയ, നീ സമാധാനിക്കും. ഇപ്പൊ അവളുടെ കല്യാണത്തെക്കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം വേണം കല്യാണം കഴിക്കുന്ന എന്റെ അഭിപ്രായം. അതുകൊണ്ട് ആദ്യം അവൾക്കൊരു ജോലി ആവട്ടെ, അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അവൾക്ക് ജോലിയോടൊന്നും വലിയ താല്പര്യമില്ല. അവളുടെ വിവാഹം നടത്തുന്നത് തന്നെയാ നല്ലത്. നീ ഇങ്ങനെ ധൃതി പിടിക്കില്ലേ ജയ? പ്രസാദ്, പറയുന്നുകൊണ്ട് ഒന്നും തോന്നരുത്. പ്രസയ്ക്ക് ദുർഗേച്ചിയോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ പ്രസ ദുർഗേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചേനെ. എന്താ, ഞാൻ പറഞ്ഞതില് തെറ്റുണ്ടോ? നിന്നോടേ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം അതിന്റേതായ സമയത്ത് നടക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. കൊറേ നേരം ആയല്ലോ. ഇതെന്താണ് അവ ഇത്ര ആലോചിച്ചു കൂട്ടുന്നത്? നമുക്ക് ആലോചിക്കാനുള്ളത് നമ്മളുടെ മക്കളുടെ കാര്യമല്ലേ? ശരിയാ, അവര് ജനിച്ചപ്പോ തൊട്ട് ആലോചിച്ചു കൂട്ടുന്നത്. ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ. ഇങ്ങനെ പോയാ ഈ ജന്മം മുഴുവൻ ആലോചിച്ച് തീർക്കേണ്ടി വരുമെന്ന എന്റെ പേടി.
മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാ നമുക്ക് നേരിടേണ്ടി വരുന്നത് അല്ലേ? ദൈവമംഗലത്തുനിന്ന് പോകുന്നതിന് ശേഷം സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ടില്ല. പ്രസ നമ്മുടെ കൂടെയുണ്ട്. പ്രസാദേട്ടനൊന്നും ചെയ്യാനാവില്ല. നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. ആവശ്യം നമ്മുടേതാ. ഇതെന്ത് കുഴിയാ? ഒരു കുഴി വെട്ടാനും അറിയില്ലേ നിനക്ക്? ഇത്രയൊന്നും ആഴം ആവശ്യമില്ല. അതെങ്ങനെയാ? പച്ചക്കറി കഴിച്ചല്ലേ ശീലമുള്ളൂ, കൃഷി ചെയ്ത് ശീലമില്ലല്ലോ. ദുർഗമ്മയ്ക്ക് ഇഷ്ടമുള്ള തൈ അതിൽ വെച്ചോ. എന്താ വെച്ചോ. എന്ന് പിടിച്ച് മാറ. താങ്ക്സ് ആന്റി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയാണ്. ശരി ദുർഗമ്മ. നീ എന്തായി കാണിച്ചത്? ഇത് ചതിയാ ദുർഗാന്റി. ദുർഗാന്റി സോപ്പിടാൻ വേണ്ടി അവളും അവളുടെ ഫ്രണ്ട്സും ചേർന്നുള്ള കളി. എന്റെ സ്വഭാവം നീ മാറ്റരുത്. ഈ തൈ എടുത്ത് മര്യാദയ്ക്ക് നല്ലതുപോലെ കുഴിച്ചിട്ടോ പെട്ടെന്ന്. ഓഹോ, അപ്പൊ കൊത്തി കൊത്തി അവള് മുറത്തി കയറി കൊത്താൻ തുടങ്ങി. തുളസി ആ വീടിന്റെ 7 അയലത്ത് കയറ്റരുതെന്ന് ഞാൻ ദുർഗയ്ക്ക് താക്കീത് കൊടുത്താണല്ലോ. എന്നിട്ടും അവളത് പാലിച്ചില്ല. മാമൂസേ, ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ അവള് ആ തുളസി ഇതുപോലെ ഓരോ പരിപാടിയായി വീണ്ടും വരും. ആന്റിയെ കാണും. മെല്ലെ മെല്ലെ അവള് ആന്റി അവളുടെ വലയിലാക്കും. ഇപ്പൊ തന്നെ ആന്റി ഏതാണ്ട് അവളുടെ കയ്യിലായ മട്ട. തുളസിയുടെ കാര്യം ഞാൻ ഏറ്റു. മോള് വിഷമിക്കാതിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മാമസ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇടപെടണം. ഇല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ വെറുതെ ആവും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിന്നെ ആദ്യം തമ്മിൽ വിവാഹം കഴിപ്പിക്കണമെന്ന് നിശ്ചയിച്ചത് മോളുടെ മാമോസ് ആണെങ്കിൽ അത് നടന്നിരിക്കും. ആദ്യേട്ടന് എന്നെ വിവാഹം കഴിക്കാതെ തുളസിയെ വിവാഹം കഴിച്ച ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടും. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നതിന് ഒരു പ്രയോജനം ഇല്ലാതാവും. മോളെ, നീ അതിര് കടന്ന് ഒന്നും ചിന്തിക്കണ്ട. തുളസി എന്തൊക്കെ നാടകങ്ങൾ കാണിച്ചു ദുർഗയെ മയക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആദിയുടെ വിവാഹക്കാര്യത്തിൽ എന്റെ വാക്കുകളെ ധിക്കരിച്ച് ഒരു തീരുമാനമെടുക്കാൻ ദുർഗയ്ക്കും പ്രസാദിനും സാധിക്കില്ല.
നിന്നെ ആദിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ളത് എന്റെ വലിയ വാശിയാ. നിന്നേക്കാൾ കൂടുതൽ ഞാനാണ് ഈ വിവാഹം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നിറവേറ്റാതെ ഈ മംഗൾ ഒരിക്കലും പിന്മാറില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു തീരുമാനം ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ വരാം, ദുർഗയെ ഒന്നുകൂടി കാണാം. അവളുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കട്ടെ. അവളുടെ തീരുമാനം എന്തായാലും എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കിയിരിക്കും. കാര്യമുണ്ട്. എടി പെണ്ണെ, ഏതൊരു കുറ്റവാളിയും ഒരു തെളിവ് ബാക്കി വെക്കും. അതുപോലെ തുളസി ചെയ്തു കൂട്ടുന്ന സോപ്പിംഗ് പരിപാടി ഉണ്ടല്ലോ, അതിലവള് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് ബാക്കി വെക്കും. അവൾക്കെതിരെയുള്ള ഒരു തെളിവ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി മുതൽ നീ തുളസിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവളുടെ കള്ളത്തരത്തിന്റെ കൂച്ചു പുറത്തു കാണിക്കുന്ന ഒരു തെളിവേ നിനക്ക് കിട്ടിയിരിക്കും. അങ്ങനെ വീണ് കിട്ടുന്ന തെളിവിന് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ നൽകിയിട്ട് നീ ആ കാര്യം നിന്റെ ദുർഗ ആന്റി അങ്ങ് അറിയിക്കുക. തുളസിയുടെ കള്ളത്തരം കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ തുളസി ഔട്ട്, ആതിര ഇൻ. ഇന്ന് മുതൽ ഞാൻ തുളസിയുടെ ഓരോ മൂമെന്റ്സും വാച്ച് ചെയ്യാൻ പോവാ. ഇന്ന് മുതലല്ല, ഇപ്പൊ മുതൽ. യെസ്, ഇപ്പൊ മുതൽ. അതെ അതെ. അയ്യോ, എന്താവോ എന്തോ. ജീവരക്തമെന്ന പേരിൽ മഹിളാ സമാജം ഏർപ്പെടുത്തിയ രക്തദാന ക്യാമ്പ് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക കനകദുർഗ ഉദ്ഘാടനം ചെയ്യുന്നു. റോഡ് ആക്സിഡന്റിൽ പൊലിഞ്ഞു പോകുന്ന അനേകായിരങ്ങളുടെ ജീവൻ തന്റെ ഹൃദയം തകർക്കുന്നുവെന്നും ഇനിയുള്ള തന്റെ ജീവിതം രക്തം വാർന്നും ജീവരക്തത്തിനു വേണ്ടി പിടഞ്ഞു കഴിയുന്നവർക്കൊപ്പമാണെന്നും കനകദുർഗ വേദിയിൽ പ്രഖ്യാപനം നടത്തി. കനകദുർഗയുടെ പ്രസംഗമാണല്ലോ ഇന്നത്തെ പ്രധാന വാർത്ത. സോഷ്യൽ മീഡിയയിലും വൈറലാണെന്ന് തുളസിമോൾ പറഞ്ഞത്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെയാ സ്ഥിതി. എല്ലാം തുളസിമോളുടെ കളിയാ. അവള് കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കുന്നത് കൊണ്ടാ ദുർഗേച്ചിയെ അവൾക്ക് ഇത്ര പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റിയത്. ദുർഗേച്ചിയെ സ്വാധീനിച്ചു എന്ന് തീർത്തു പറയാൻ പറ്റില്ല. എന്തായാലും ഇത്രത്തോളം എത്തിയില്ലേ. തുളസിയുടെ നിർബന്ധപ്രകാരം ദുർഗേച്ചി ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി എന്ന് പറയുന്നത് പോലും അത്ഭുതമാണ്. നോക്കിക്കോ, ഇങ്ങനെ അടുത്തുകൂടി തുളസി ദുർഗേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറും. അങ്ങനെ ആക്കി മാറ്റും തുളസി. അപ്പൊ മാമൂസ് ദേവമംഗലത്തുകാരോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടേക്ക് വിവാഹം കഴിച്ചയക്കുന്നത്? എനിക്ക് ദേവമംഗലത്തുകാരോട് വാശി ഉണ്ടെന്നത് ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നിന്നെ ആദിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആദിക്ക് എന്താ കുറവ്? അവൻ എന്തുകൊണ്ട് നിനക്ക് യോജിച്ച പയ്യൻ തന്നെയാ. ആദ്യേട്ടന് ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എപ്പം നോക്കിയാലും ആ കാട്ടുതുളസിയുടെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കല്. അതൊന്ന് നിർത്തി കിട്ടിയാ ആദ്യേട്ടൻ ആള് 100% പെർഫെക്റ്റാ. പിന്നെ ഞങ്ങളുടെ വിവാഹം നടത്തി തരാന്ന് ദുർഗാന്റി പറഞ്ഞതുകൊണ്ടാ എനിക്ക് ചെറിയൊരു സമാധാനം. അങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ ദുർഗയെ കണ്ണും പൊട്ടി വിശ്വസിക്കുകയും വേണ്ട. അതെന്താ ആന്റിയെ വിശ്വസിക്കണ്ടെന്ന് മാമൂസ് പറയുന്നേ? ഞാനവളെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പൊ ആന്റി ചീറ്റ് ചെയ്യുന്നാണ് മാമൂസ് പറയുന്നത്? അങ്ങനെയല്ല, എന്നാലും കരുതിയിരിക്കണം. അഥവാ പിന്നീട് എപ്പോഴെങ്കിലും ദുർഗയ്ക്ക് കാലുമാറാൻ തോന്നിയാലോ, വാക്കും മാറ്റി പറഞ്ഞാലോ, നമ്മുടെ കൂടെ ആദ്യം ഉണ്ടാവണം. നിന്നെ മാത്രമേ അവൻ വിവാഹം കഴിക്കൂ എന്ന് വാശി പിടിക്കണം. അതെങ്ങനെ സാധിക്കും? ആദ്യേട്ടന് തുളസിയല്ലേ വലുത്. അവൾക്ക് വേണ്ടിയാണെങ്കിൽ ആദ്യേട്ടൻ വാശി പിടിക്കും. എന്റെ കാര്യത്തിൽ ഞാനൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി കരുതിയിരിക്കുകയായിരിക്കും. കൊള്ളാം, നീയേ തുളസിയുടെ മഹത്വം പറഞ്ഞോണ്ടിരുന്നു. ഒടുവിൽ അവൻ വിവാഹം കഴിക്കുന്നത് തുളസിയായിരിക്കും. മാമൂസേ, ഈ പോക്കാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. അങ്ങനെ പറയല്ലേ മാമൂസേ.
ആദ്യേട്ടൻ തുളസിയെ കല്യാണം കഴിച്ച ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. നിനക്ക് ചാവാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അതിന്റെ 10-1 പോലും വേണ്ട അവനെ നിന്റെ വലയിലാക്കാൻ. നിനക്കതിനുള്ള ധൈര്യമുണ്ടോ? ആദ്യേട്ടനോട് എത്ര തവണ ഞാൻ ഐ ലവ് യു പറഞ്ഞു, പക്ഷെ ഒരു തവണ പോലും ആദ്യേട്ടൻ തിരിച്ചെന്നോട് ഐ ലവ് യു പറഞ്ഞില്ല. അയ്യോ കഷ്ടം. കൈലവ്യു അല്ല, നീ അമേരിക്കയിൽ തന്നെയാണോ പഠിച്ചതും വളർന്നതും ഒക്കെ? അതിന്റെ ഒരു ഗുണവും നിന്റെ സ്വഭാവത്തിൽ കാണുന്നില്ലല്ലോ. ഹാ, നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ കൊഞ്ചിച്ചു വഷളാക്കിയ നിന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. മാമൂസ്, ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. ആദ്യേട്ടന് എന്നോട് സ്നേഹം കൂടാനുള്ള ഐഡിയക്ക് വേണ്ടി ഞാൻ സൊലു ആന്റിയോട് പോലും ചോദിച്ചു. ആന്റിയും എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. ഇത് ആരോടെങ്കിലും ചോദിച്ച് മനപ്പാടം ആക്കേണ്ട കാര്യമല്ല. സ്വന്തം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് വളരെ തന്ത്രത്തിൽ വേണം അവനെ മയക്കി നിന്റെ കൈവെള്ളയ്ക്കുള്ളിലാക്കാൻ. ആദ്യേട്ടാ, ജ്യൂസ്. ജ്യൂസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്ക് തോന്നി ആദ്യേട്ടന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഒരു ബുദ്ധി നിനക്കുണ്ടായിരുന്നെങ്കിലേ നീ ഒരിക്കലും ഈ വീട്ടിൽ താമസിക്കില്ലായിരുന്നു. എന്നെ ഒരിക്കലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നതല്ലല്ലോ ആദ്യേട്ടാ. ആദ്യേട്ടന്റെ അമ്മയും മാമൂസും ചേർന്ന് എന്നിങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലേ. ഇവിടെ വന്നപ്പോ എല്ലാരും എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ആദ്യേട്ടന്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നു. അതല്ലേ സത്യം? നിന്നെ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനാവില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ എനിക്ക് അത്ഭുതം തോന്നുന്നത്. നീ ഒരു വിഡ്ഢിയാണെന്ന് എല്ലാരും പറയുന്ന ഇതുകൊണ്ടാ. അതെ, ഞാനൊരു ഫൂളാ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കളിപ്പിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യം വലുത്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ വേണേലും ആയിക്കോട്ടെ. ആതിര, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക്. ഇനി ഈ നാട്ടിൽ നിൽക്കാതെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതാ നിനക്ക് നല്ലത്. എങ്ങോട്ടെങ്കിലും പോവാനോ? ഞാനെന്താ ഓർഫനാണോ? എനിക്ക് പേരൻസ് ഉണ്ട്. എന്റെ ഡാഡി ഒരു മില്യനെയറാ. അതറിയോ ആദ്യേട്ടന്? എനിക്ക് എങ്ങോട്ടും പോവേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാലേ ആദ്യേട്ടനെയും ആദ്യേട്ടന്റെ അച്ഛനെയും വരെ വിലക്ക് വാങ്ങാനുള്ള കഴിവ് എന്റെ ഡാഡിക്കുണ്ട്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഒന്ന് പോടി. അവളുടെ ഒരു ഡാഡി. നീ എന്താ കരുതിയത്? തോന്നിയാസം പോലെ ഓരോന്നൊക്കെ പറഞ്ഞാ എല്ലാം അങ്ങ് നടക്കുമെന്നോ? പണം ഉണ്ടെങ്കിലേ അത് നിന്റെ കൈയിരിക്കും. അല്ലാതെ എന്നെ വില കൊടുത്ത് വാങ്ങാന്ന് നീ വിചാരിക്കണ്ട. എന്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കുന്നു. അതിലെ അതിലൊരു സംഗതിയാ നീയും. നിന്നെ കഴുത്തിന് പിടിച്ച് തള്ളി എന്റെ വീടിന്റെ പടി കടത്തി വിടാത്തതേ എന്റെ കഴിവുകേടല്ല. എന്റെ അമ്മ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പോയി. അത്രേ ഉള്ളൂ എനിക്ക് നിനക്ക് തമ്മിലുള്ള ബന്ധം. നിന്നെ കഴുത്തിന് പിടിച്ച് തള്ളി എന്റെ വീടിന്റെ പടി കടത്തി വിടാത്തതേ എന്റെ കഴിവുകേടല്ല. എന്റെ അമ്മ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പോയി. അത്രേ ഉള്ളൂ എനിക്ക് നിനക്ക് തമ്മിലുള്ള ബന്ധം. ഇത് അവസാന വാക്കാണോ? ആദ്യവും ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും ഇത് തന്നെയാണ്. ഇതിന്റെ അപ്പുറത്തെ എനിക്ക് ഒന്നും പറയാനുമില്ല. മാത്രമല്ല കൂടുതൽ ഷോ കാണിച്ച അമ്മ വിളിച്ച് നിർത്തിയിരിക്കുന്നുള്ള പരിഗണന പോലെ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ഞാൻ. പിന്നെ ഇപ്പോഴീ പറഞ്ഞതിനുള്ള ശിക്ഷ ആദ്യേട്ടന് ഞാൻ തരും. മാപ്പ് പറഞ്ഞ് ആദ്യേട്ടൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഞാനല്പം ലേറ്റായി പോയി. ലേറ്റ് ആയാലും ഞാൻ വെയിറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. ആവശ്യം എന്റേതല്ലേ? ആ,
എനിക്ക് പ്രയോജനം കിട്ടുന്ന എന്ത് കാര്യമായിട്ട് വന്നിരിക്കുന്നത്? ഒന്ന് റിലാക്സ് ആകെ വന്നതല്ലേ ഉള്ളൂ. 100 കൂട്ടം കാര്യമുണ്ടായിട്ട് ഓടി വന്നത് നമുക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ടാ. അതെ, അതല്ലാതെ ശ്രീ ഓടി വരില്ലെന്ന് എനിക്കറിയാം. നമുക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ളതും പ്രയോജനമുള്ളതുമായ ഒരു കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. ശ്രീഹരിയെ മനോഹരമായി തേച്ചൊരാൾക്കിട്ട് ഒരു പണി കൊടുക്കാം. എന്നെ തേച്ചയാളോ? അതാര്? ഞാനറിയാതെ അങ്ങനെ ഒരാള്? തുളസി. ശ്രീഹരി അവളെ ഒരുപാട് മോഹിച്ചു. ഞാനും ഒരാളെ ഒരുപാട് മോഹിക്കുന്നു. ശ്രീഹരിക്ക് അവളോട് പ്രതികാരം ചെയ്യാനും ഞാൻ മോഹിക്കുന്ന ആളെ എനിക്ക് കിട്ടാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് ശ്രീഹരിയുടെ കൂടെ സഹായം എനിക്ക് വേണം. അതൊരു കാര്യം തെളിച്ചു പറ. തുളസി ആദിയേട്ടനെ വെറുക്കണം. ആദിയേട്ടനെ ഇഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ആളുകൾ അവളെ പരിഹസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതെങ്ങനെ? ആദിയേട്ടൻ തുളസിയെ മാത്രമല്ല ഇഷ്ടപ്പെടുന്നതെന്നും ആദിയേട്ടന് തുളസി കാണാത്ത മറ്റൊരു വികൃതമായ മുഖമുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ചതി. ആദിയേട്ടനെ ചതിയിലൂടെ തോൽപ്പിച്ച് എനിക്ക് കിട്ടണം. എന്റെ ആദരെ, ഒരിക്കൽ ദുർഗാന്റി ഇതിനപ്പുറവും പറഞ്ഞ് എന്നെ ഒരുപാട് സ്വപ്നം കാണിച്ചതാ. ഒടുവിൽ ഞാൻ പടമായത് മിച്ചം. ആദര സഹായം ചോദിച്ചു വന്നില്ലെങ്കിലും ഒരു ദിവസം അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ ഇരുന്നവനാ ഞാൻ. ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് ഇതാ. ഇത്രയും ചേർച്ചയുള്ള ഞാൻ ഇവിടെ ഉള്ളപ്പോഴാ ഒരു ചേർച്ചയില്ലാത്ത ആ തുളസിയും പൊക്കിപ്പിടിച്ചോണ്ട് ആദ്യമായിട്ട് നടക്കുന്ന. ഈ ഫോട്ടോസ് നാളെ ശ്രീഹരി തുളസിയെ കാണിക്കുമ്പോഴാ തുളസി പൊട്ടി തകരുന്നത്. പാവം തുളസി, അവളിതെങ്ങനെ സഹിക്കുവോ? ആതിര വെറും മണ്ടിയാണെന്നാ തുളസിയുടെ വിചാരം. ഇനി അവൾക്ക് മനസ്സിലാവും ആതിരയ്ക്ക് ബുദ്ധിയുണ്ടെന്ന്. ഞാൻ വെറുതെ അല്ല അമേരിക്കന്ന് ഇവിടെ വന്നത്. ആദ്യമായിട്ടും കൈവിട്ടു പോയ സങ്കടത്തില് അവൾ ആത്മഹത്യ ചെയ്യാതിരുന്ന മതിയായിരുന്നു. മോളെ, ആ മാമസേ, നീ ഇവിടെ എന്തോ കൊനുഷ്ടിപ്പിക്കുന്നോ? എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്ന് സുലു പറഞ്ഞു. അതൊക്കെ ഉണ്ട്. മാമൂസ് പറഞ്ഞതുപോലെ ആദ്യേട്ടനെ എന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ വർക്കൗട്ട് ചെയ്യണ്ടേ? അതിനുവേണ്ടിയാ ഞാൻ ഇതിനകത്ത് ഇരുന്നേ. അതിനിടയ്ക്ക് ആ സുലു ആന്റി എന്തോ കിന്നാരം മറിഞ്ഞു കയറി വന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് സുലു ആന്റി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? അതുകൊണ്ട് സുലു ആന്റി ഓടിച്ചു വിട്ട് ഞാൻ മുറിയുടെ വാതിലടച്ചു. അതിനാ സുലു ആന്റി മാമൂസിനോട് ഏഷണി പറഞ്ഞത്. അതാണോ കാര്യം? സുലുവിനോട് പോവാൻ പറ. പിന്നെ എന്തായി കാര്യങ്ങള്? ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തോ? വർക്കൗട്ട് ആയല്ലോ. ദേ നോക്കി, എങ്ങനെയുണ്ട്? ആഹാ, കൊള്ളാലോ. അതാണ് ആതിര. ഇത് കണ്ട തുളസി ആദിയെ വെറുക്കും. ഉറപ്പാണല്ലോ. ഇങ്ങനെയൊക്കെ കണ്ട അവക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മൾ ഇതില് വിജയിക്കും. വിജയിച്ചിരിക്കും. തുളസി എന്റെ മുന്നില് തോറ്റ് തുന്ന മടി മുട്ടോട്ടും. ആന്റി ഇതെവിടെ പോവാ? ഞാൻ നിന്നെ തിരക്കി ഇറങ്ങിയതാ. എന്നോ? എന്താ ആന്റി കാര്യം? എന്താ നിന്റെ ഉദ്ദേശം? എന്താ ആന്റി മനസ്സിലായില്ല. എന്ത് തോന്നിയ ദിവസം ചെയ്യാന്നാണോ? നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ആദ്യം കരുതിയത്. നിന്റെ മനസ്സിൽ ഇത്രയും വൃത്തികളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആന്റി എന്തൊക്കെയാ പറയുന്നേ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നിന്റെ വളർത്തു ദോഷം. ഞാനാ നിന്നെ വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആന്റി കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞാ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? നീ എന്റെ മുമ്പിൽ കൂടുതൽ അഭിനയിക്കരുതേ ആദി. അഭിനയോ? ആന്റി എന്താ ഈ പറയുന്നേ? ഞാൻ എന്താ അഭിനയിച്ചത്? മതി.
വീണെടുത്ത് കിടന്ന് ഉരുളരുത്. എന്റെ ദൈവമേ, ആന്റിക്ക് ഇത് എന്തു പറ്റി? പറ്റിയത് എനിക്കല്ല, തുളസിക്ക. അവള് നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ചു. അതാ അവൾക്ക് പറ്റിയ തെറ്റ്. ആന്റി എന്താ ഈ പറയുന്നേ? എന്നെ വിശ്വസിച്ചുകൊണ്ട് തുളസിക്ക് എന്താ പറ്റിയേ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. തുളസിയെ പറഞ്ഞു പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാന്ന് നീ വിചാരിക്കണ്ട. ആന്റി, ഇത് കഷ്ടമാണ്. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? വിശ്വാസവഞ്ചന, അതാ ഏറ്റവും വലിയ തെറ്റ്. നീ ചെയ്തതും അത് തന്നെയാണ്. ആന്റി അത് മാത്രം പറയരുത്. വിശ്വാസത്തിന് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആളാ ഞാൻ. വിശ്വാസമാണ് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യില്ല. ഞാൻ എന്ത് വിശ്വാസവഞ്ചന കാണിച്ചെന്ന് തുളസി പറയട്ടെ. അവൾ ഒരിക്കലും പറയില്ല. അവള് തന്നെ എന്നോട് ഇത് പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, തെളിവുകൾ അടക്കം അവള് പറഞ്ഞത്. തുളസിയോ? അവളെന്തിനാ അങ്ങനെ പറയണം? ആദി, അവളോട് കാണിക്കുന്ന അഭ്യാസമൊന്നും നീ എന്നോട് കാണിക്കരുത്. ആന്റി, ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? ഏതൊരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവർ ചെയ്ത കുറ്റം എന്താണെന്ന് ആദ്യം ബോധിപ്പിക്കണം. ആദി, എന്താ നിന്റെ ലക്ഷ്യം? തുളസി ആതിരെ നീ ഒരുപോലെയാണോ കാണുന്നത്? ആന്റി, ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? ആതിര എന്റെ ആരുമല്ല. തുളസി എന്റെ എല്ലാം അല്ലേ? ആതിര ഒരു പൊട്ടിപ്പെണ്ണ്. അവൾ എന്തെങ്കിലും വിടുവായുതരം പറഞ്ഞതിന് അതൊക്കെ കാര്യമാക്കണോ? അതുപോലെയാണോ തുളസി? തുളസി എന്റെ എല്ലാം അല്ലേ? എന്നിട്ടാണോ നീ അവളോട് ഈ ചതി ചെയ്തത്? ചതിയോ? നീ അവളോട് ചതി കാണിച്ചിട്ടില്ലെന്ന് നിന്റെ ഈ അമ്മയുടെ മുഖത്ത് നോക്കി പറയടാ. അമ്മയോ? അമ്മയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണെന്ന്. നീ എനിക്ക് അമ്മയുടെ സ്ഥാനമാണല്ലോ നൽകിയിരിക്കുന്നത്. അതെ, ഞാൻ ആന്റി എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ കാണുന്നേ. പക്ഷേ ആന്റി പറഞ്ഞതിനൊന്നും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് ഒരു സത്യം ചെയ്ത് എനിക്ക് എന്റെ നിരപരാധം തെളിയിക്കേണ്ട കാര്യമില്ല. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ആദി, പ്രിയ ടെൻഷൻ ആവാതിരിക്കെ. ഇത് സംയമനത്തോടെ വേണം തീരുമാനിക്കാൻ. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. കുട്ടികളല്ലേ, അവർക്ക് ചിലപ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അതൊക്കെ പ്രായത്തിന്റേതാണ്. നമ്മൾ മുതിർന്നവരാ അതൊക്കെ കണ്ടറിഞ്ഞ് മാനേജ് ചെയ്യേണ്ടത്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണോ എന്നൊരു തോന്നൽ. അവര് തമ്മിലുള്ള പിണക്കം എന്നേക്കുമായി തുടർന്ന് എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ. പ്രസവ സമയത്ത് കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റിയ രഹസ്യം ദുർഗേച്ചിയുടെ പിന്നീട് പറയാൻ പറ്റുമെന്നൊരു ടെൻഷൻ. പ്രിയ, ഈ രഹസ്യം നിങ്ങളും ജയനും പ്രസാദും ഒക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് ദുർഗയോട് തുറന്നു പറഞ്ഞൂടെ? ഇപ്പൊ വർഷം എത്ര കഴിഞ്ഞു? കുട്ടികളെ നിങ്ങൾ പരസ്പരം മാറ്റിയ വിവരം നിങ്ങൾക്ക് ദുർഗയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നത്തിന് ഒരു പരിഹാരം ആവില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ആദിയോടും തുളസിയോടും സത്യം തുറന്നു പറയൂ. അവരാ സത്യം അറിയുന്നതല്ലേ നല്ലത്. അപ്പൊ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. പ്രിയയും ജയനും ആദിയുടെ അച്ഛനും അമ്മയാണെന്ന് അറിഞ്ഞ ആദിക്കും അത് ബോധ്യപ്പെടുമെന്നും ആദി അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിനൊന്ന് ശ്രമിച്ചൂടെ? ആദി പ്രിയയാണ് സ്വന്തം അമ്മയെന്നറിഞ്ഞ പിന്നെ ഒരിക്കലും ആദി പ്രിയെ വിട്ടു പോവില്ലല്ലോ. ആദിയെ നഷ്ടപ്പെടുമെന്നുള്ള പ്രിയയുടെ ടെൻഷനും ഒഴിവായി കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് വേണ്ടതുപോലെ ചെയ്യും. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ആദ്യമോനും തുളസിമോളും ഇപ്പൊ വീട്ടിലുണ്ട്. ഡോക്ടർക്ക് തിരക്കില്ലെങ്കിൽ ഡോക്ടർ ഇപ്പൊ എന്നോടൊപ്പം വരുമോ? ഡോക്ടർ എന്നോടൊപ്പം വരണം. അവിടെ വന്നിട്ട് ഡോക്ടർ തന്നെ ഒരു ഡിസിഷൻ ഉണ്ടാക്കി തരണം. അത് പിന്നെ ഞാൻ
പ്ലീസ് ഡോക്ടർ. ശരി, ഞാൻ വരാം. വാ, കേറ്. നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ആ കുട്ടിയെ ആക്രമിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ? അമ്മയെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആന്റി, ഞാൻ അവളെ കൊന്നിട്ടില്ല. കൊല്ലേണ്ടതായിരുന്നു. അവളെന്നെ നാണം കെടുത്ത നാട് മുഴുവൻ പ്രചരിപ്പിച്ചതേ ആ വിധത്തിലായിരുന്നു. ഫോട്ടോ എടുത്ത് ആന്റി പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? മോനെ, പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ മനസ്സ് പതറിപ്പോയി. നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. മോൻ എന്നോട് ക്ഷമിക്കും. ആദി, നമുക്ക് സ്വന്തം ഒന്ന് തോന്നുന്നവരോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെറുതായിട്ട് തെറ്റ് ചെയ്താലോ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പോട്ടെ, സോറിടാ. അല്ല, ആരൊക്കെ ഇത്? നീ പുറത്തുപോയേ. എന്തിനാ ആദ്യേട്ടാ? നിന്നോട് പോവാനാ പറഞ്ഞത്. പറഞ്ഞ ചെയ്താ മതി. മോളെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നോട് എന്താ സംസാരിക്കാൻ? വാ. അന്നേ ആ നാശം പിടിച്ചോളൂ പോയോ?